ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് നമ്മൾ അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയാണ് കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ റോക്കി എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുള്ളവർക്ക് അടിപൊളിയായിട്ട് അറിയാം ഈ സംവിധായകൻ്റെ ഒരു കഴിവ് എന്താണെന്നുള്ളത്. കാരണം അത്രയും കിടിലുമായിട്ടാണ് റോക്കി എന്ന് പറയുന്നൊരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ക്യാപ്റ്റൻ മില്ലറിലേക്ക് വരുമ്പോൾ അടുത്ത ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ധനുഷ് എന്ന് പറയുന്നൊരു എലമെൻ്റ് ആയിരുന്നു. പിന്നെ പ്രിയങ്ക മോഹൻ, ശിവരാജ് കുമാർ, അങ്ങനെ തുടങ്ങി ഒരു ഗംഭീര താരനിരയുള്ളൊരു സിനിമ തന്നെയായിരുന്നു ക്യാപ്റ്റൻ മില്ലർ. അതുപോലെ തന്നെ ഇതൊരു പീരിയോഡിക്, ഒരു കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയണം. മനോഹരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റും അതിനനുസരിച്ച് ഗംഭീരമായിട്ടുള്ളൊരു ഡയറക്ഷനും. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഐറ്റമാണ്, ഒരു ക്വാളിറ്റി സ്റ്റഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര അടിപൊളിയായിട്ട് എഴുതിയിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു എഴുത്ത്. അതുപോലെ തന്നെ സിനിമയിലൂടെ സംസാരിക്കുന്നത് ഒരു കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തുക മാത്രമല്ല, ആ കാലഘട്ടത്തിലൂടെ സംഭവിച്ചു പോകാവുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ പൂർവികർ കഷ്ടപ്പെടുന്നതും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതവും ഒക്കെ തന്നെയാണ് ഇവിടെയും പ്രമേയമാകുന്നത്. അവിടെ നിന്നുണ്ടാകുന്ന ഒരു നായകൻ്റെ ഉദയം, പക്ഷേ ആ നായകൻ്റെ മാത്രമല്ല, അത് പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന കുറേ സംഭവങ്ങളായിരുന്നു. എന്താണെങ്കിലും അതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആ കഥയുടെ ഒരു ഡെപ്ത് കൂടി വരികയും അതുപോലെ തന്നെ പ്രേക്ഷകരെന്ന് പറയുന്നത് ടോട്ടലി ആ ഒരു വേൾഡുമായിട്ട് കണക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. അത്രയധികം ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഡയറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. കുറേ സംഭവങ്ങളായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ടോട്ടലി സിനിമയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവലിലോട്ട് കൊണ്ടുപോവുകയാണ്. എടുത്തു പറയേണ്ടത് ഇതിനകത്ത് സിനിമാറ്റോഗ്രഫിയാണ്. ഒരു രക്ഷയില്ല, ഒരു ഹോളിവുഡ് ലെവലിൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ. സിദ്ധാർത്ഥ നുനിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ഗംഭീര വർക്കാണ് കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന പല ഫ്രെയിമുകളും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. നമ്മൾ ഈ ഒരു ഹോളിവുഡ് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫ്രെയിമിങ്ങും ഒരു ലൈറ്റിംഗ് സ്റ്റൈലും ഒക്കെ ഈ സിനിമയിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് കുറേ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഈ ബ്രിട്ടീഷ് പട്ടാളം കൊലപ്പെടുത്തിയിട്ട് ഒരു നൈറ്റ് ഷോട്ടുണ്ട്, ഇവരുടെയൊക്കെ ദേഹം കത്തിച്ച് കളയുന്ന. അപ്പോൾ ആ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ആ ലൈറ്റിങ്ങും അതിനനുസരിച്ചുള്ള വർക്കുകളും കൂടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, ഗംഭീര സീനാണത്. ഗംഭീര സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ ചേഞ്ച് ഉണ്ടാകുന്നതും, പക്ഷേ ആ ഒരു സംഭവം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു വിഷ്വലൈസേഷൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ധനുഷിൻ്റെ തന്നെ കുറേ സിംഗിൾ ഷോട്ടുകളുണ്ട്, വൈഡ് ഷോട്ടുകളുണ്ട്, ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഈ സിനിമാറ്റോഗ്രാഫറിന് എനിക്ക് തോന്നുന്നു ഡ്രോൺ എന്ന് വെച്ചാൽ പ്രാന്താണെന്ന് തോന്നുന്നു. കാരണം ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ചിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത കുറേ ഷോട്ടുകൾ. ആ ഷോട്ട്സിനകത്തൂടെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോൾ. അത്ര അടിപൊളിയായിട്ടാണ് ആ ഷോട്ടുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റണ്ടാണെങ്കിലും ഫൈറ്റ്സ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒന്നും പറയാനില്ല. അത്രയും മനോഹരമായിട്ടാണ് ഓരോ ഫൈറ്റ് സീക്വൻസുകളും ചെയ്തു വെച്ചിരിക്കുന്നത്. റോക്കി കണ്ടവർക്കറിയാം അതിനകത്തൊരു വയലൻസിൻ്റെ ലെവൽ ഏത് രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെയൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ഒരു രക്ഷയില്ല കേട്ടോ. അത് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യിപ്പിക്കത്തില്ലേ. പിന്നെ ബ്ലാസ്റ്റിങ് സീൻസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ തന്നെ എനിക്ക് ഇയാൾക്കിത് ഭ്രാന്താണോ, അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടത്തിനെ ഡീറ്റെയിൽ ചെയ്യുന്നത് അതും വളരെ രസകരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ക്വാളിറ്റി സ്റ്റഫ് എന്നൊക്കെ പറയാവുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സിനിമ. ഇനി പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരാളെയും മോശമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രിയങ്ക മോഹനെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് പൊണ്ണ് എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് വേറെ ഒന്നും നമുക്കധികം പറയാനില്ലായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ല ഒരു കഥാപാത്രം കിട്ടി, അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ധനുഷ് രാക്ഷസ നടികൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടിപൊളിയായിട്ടാണ് ആ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു വീര നടികർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിനകത്ത് കുറേ സീക്വൻസുകളിൽ പുള്ളിക്കാരൻ അവസാനമൊക്കെ അടുപ്പിച്ചായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ബ്രിട്ടീഷ് പട്ടാളത്തിനെ ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ഒരു സീനുണ്ട്, ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട്. ആ സീനിലൊക്കെ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നൊരു പ്രേക്ഷകനും അതേ ദേഷ്യം അവരോട് തോന്നും. അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ശിവാണ്ണ എനിക്കറിയാൻ വയ്യ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇങ്ങനെ വന്ന് പല സിനിമകളിലും വന്നിങ്ങനെ മാസ് സീനുകൾ അഭിനയിച്ച് അതുപോലെ തന്നെ മാസമായിട്ട് ഇറങ്ങിപ്പോകുന്നൊരു റേഞ്ച് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പുള്ളിയെ എന്താ പറയുന്നത്, ആ സ്ക്രീനിലോട്ട് വരുമ്പോൾ തന്നെ പുള്ളിക്ക് കിട്ടുന്നൊരു സ്വാഗം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ഇതിൻ്റെ അവസാനത്തോട് അടുപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ടോട്ടലി ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആരും മോശം എന്ന് പറയാൻ കാളി വെങ്കട്ടിൻ്റെയൊക്കെ കഥാപാത്രത്തിലൂടെ നമുക്ക് തോന്നുന്നൊരു കാര്യവും അതിഥി ബാലൻ്റെ കഥാപാത്രം, അങ്ങനെ ഓരോരുത്തരെയും എടുത്തെടുത്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടാണ്. അതുപോലെ തന്നെ ജോൺ കൊക്കൻ്റെ കഥാപാത്രം ഇങ്ങനെയൊക്കെ വട്ടാണ്, അതാ ഇങ്ങനെ ആളാ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോൾ. അതുപോലെ തന്നെ മികച്ച പ്രകടനമാണ്. ആർട്ട് വർക്ക്, സെറ്റ് വർക്കുകളൊക്കെ
വളരെ മികച്ച രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിത് ഒരു OTT വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. തിയേറ്ററിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി തിയേറ്റർ തിരഞ്ഞെടുക്കുക, പോവുക, കാണുക, നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തോട്ട് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇത്രയധികം പോസിറ്റീവ്സാണ് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തത്. സാനി കായികത്തിന് വേണ്ടി ഇദ്ദേഹമാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അതിനകത്തൊരു വയലൻസ് അറിയാമല്ലോ, റോക്കിയിലെ വയലൻസ് അറിയാമല്ലോ, അതിൻ്റെ ക്വാളിറ്റി അറിയാമല്ലോ. സോ അതിനേക്കാൾ ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന, ഒരു പടി മുമ്പോട്ട് തന്നെ കയറിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സ്റ്റഫാണ് ക്യാപ്റ്റൻ മില്ലർ. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളൊരു ഹോളിവുഡ് സിനിമ കണ്ട അതേ ഒരു ഫീൽ തന്നെയാണ്. അത്രയും മികച്ച മേക്കിംഗ് ക്വാളിറ്റി, നല്ല മനോഹരമായിട്ടുള്ളൊരു, നമുക്കറിയാവുന്നൊരു സ്റ്റോറി ലൈൻ തന്നെയാണ്. പക്ഷേ ആ സ്റ്റോറി ലൈനിന് ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലെ ജാതീയത, സ്ത്രീവിരുദ്ധത, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. തൊട്ടുകൂടായ്മ, തിണ്ടിക്കൂടായ്മ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതികളൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എടുത്തു പറയണം. GV പ്രകാശ് നിങ്ങളൊരു സംഭവമാണ്, നിങ്ങളൊരു ജീനിയസാണ്. സ്വന്തം പടത്തിന് വേണ്ടി മാത്രം ചെയ്യില്ല, പക്ഷേ ബാക്കി ഏത് പടം കിട്ടിക്കഴിഞ്ഞാലും അടിപൊളി ലെവലിൽ ചെയ്തു വെക്കും. അതാണ് ഇങ്ങേരുടെ ഒരു പ്രത്യേക കഴിവാണ്. പ്രത്യേകിച്ച് ധനുഷുമായിട്ട് ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നിരുന്നാൽ പോലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് 1000-ലൊരുവനിലെ തന്നെയാണ്. GV നിങ്ങൾ ആ സിനിമയിൽ ചെയ്തതിൻ്റെ ആ റേഞ്ചിൽ വരുന്നൊരു സാധനം പിന്നെ വന്നിട്ടില്ല. ബട്ട് എന്നാലും നിങ്ങൾ ചെയ്യുന്നത് ഗംഭീര സാധനമാണ്. കാരണം ഈ സിനിമയുടെ ടോട്ടൽ സ്ട്രെങ്ത്ത് എല്ലാത്തിനൊപ്പവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയണം. എനിവേ എന്താണെങ്കിലും അരുൺ മാതേശ്വരൻ ഹാറ്റ്സ് ഓഫ്. ഗംഭീരമായിട്ടുള്ളൊരു സാധനം. അത് മനോഹരമായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ച അദ്ദേഹത്തിൻ്റെ പേര് നാഗുരാൻ രാമചന്ദ്രൻ. ഗംഭീരമായിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണണം, അടിപൊളി ലെവലിലാണ്. സോ കൂടുതലൊന്നും പറയാനില്ല, തിയേറ്ററിൽ പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക. പൊങ്കലിൽ എനിക്ക് കണ്ടതിൽ ഗംഭീരമായിട്ട് ഫീൽ ചെയ്തൊരു കിടിലൻ സിനിമ തന്നെയാണ്. അപ്പോൾ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. പുതിയ വീഡിയോസും റിവ്യൂസും റോസിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഐലാൻഡ് റിവ്യൂ ഉടനെ തന്നെ വരുന്നതായിരിക്കും. കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും